എൻ്റെ ബിസിനസ് നമ്മൾ ആരംഭിക്കാൻ പോവാണ്. ഷോപ്പ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ഭാഗം എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാനിത് മനസ്സിൽ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ എനിക്ക് ഇതിലേത് ഭാഗമാണ് കിട്ടുന്നത്, അതാണ് എൻ്റെ ഐശ്വര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ എന്താണോ നമുക്കുള്ള പ്രതിഫലം, നമ്മൾ ഈശ്വരനെ വിശ്വസിച്ച് ജീവിക്കുന്നത്. അപ്പോൾ ഇന്നെന്താണ് നമുക്ക് സമ്മാനമായി വെച്ചിരിക്കുന്നത്, സന്തോഷവും നമുക്കെല്ലാം ഉണ്ടാവും അല്ലേ, ദുഃഖവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഏത് ഭാഗമാണ് ഇന്നത്തേതെന്ന് നോക്കാം. എല്ലാവർക്കും നല്ലത് മാത്രമേ ഞാനിത് നോക്കുന്നതോടൊപ്പം നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഇത് ഇന്നത്തെ ദിവസം നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നമുക്ക് നല്ല ഒരു ഭാഗം കിട്ടട്ടെ. ഇന്ന് മുഴുവൻ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിട്ടിരിക്കാൻ ഭാഗ്യമുണ്ടാവട്ടെ. അപ്പോൾ ഏത് ഭാഗമാണെന്ന് നോക്കാം. തുടക്കം തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഇന്ന് വന്നിരിക്കുന്നത് തുടക്കം തന്നെയാണ്. ശ്രീ ലളിതാ സഹസ്രനാമം സ്വസ്ത്രത്തിൻ്റെ ഫസ്റ്റ് വരി തന്നെയാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മൊത്തത്തിൽ അടച്ചു വെച്ച് തുറന്നതാണ്, പക്ഷേ കണ്ടല്ലോ, ഇങ്ങനെ തുറന്നപ്പോൾ അത് തന്നെയാണ് കിട്ടിയത്. അപ്പം ഇന്ന് വരുന്നത് ശ്രീ ലളിതാ സഹസ്രനാമ സ്വസ്ത്രം. അപ്പോൾ എന്താണ് ലളിതാ സഹസ്രനാമ സ്വസ്ത്രം? ജപിച്ചിരിക്കുമ്പോൾ നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ജപിക്കണം എന്നാണ് അതിന് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗമാണ് കിട്ടിയിരിക്കുന്നത്. ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ശ്രീവൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ട സംബോധ ദേവകാര്യ സമുദ്യത ഉദ്ദത്ഭാനു സഹസ്രാഭ ചതുർഭാഗു സമന്വിത രാഗസ്വരൂപ പാശാട്യ ക്രോധാകാരാങ്കു ശോജല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജത് ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധിക കലസ്കജ കുരുവിന്ദമണി ശ്രേണി കനത്കോടീര മണ്ഡിത അഷ്ടമീ ചന്ദ്ര വിപ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാപമുഖ മൃഗനാഭിവിശേഷക വതനസ്പരമാംഗല്യ ഗ്രഹതോരണ ചില്ലിക പത്രലക്ഷ്മി പരിവാക ചലൻ മീനാഭലോചന. ഇതാണ് നമുക്ക് വന്നിരിക്കുന്ന ഭാഗം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം.